ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ICC സിലബസിലെ 7th സ്റ്റാൻഡേർഡിൻ്റെ ജോഗ്രഫി ടെക്സ്റ്റിലുള്ള അറ്റ്മോസ്ഫിയറിൻ്റെ സ്ട്രക്ചറുമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ചുറ്റും കാണുന്ന ഒരു ഗ്യാഷ്യസ് എൻവലപ്പിനെയാണ്, ഭൂമിയെ ചുറ്റും പൊതിഞ്ഞ് കാണപ്പെടുന്ന ഒരു ഗ്യാഷ്യസ് എൻവലപ്പിനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ഈ അറ്റ്മോസ്ഫിയറിന് 5 ഭാഗങ്ങളുണ്ട്: ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ എന്നിങ്ങനെ 5 ഭാഗങ്ങളാണുള്ളത്. അതിൽ ആദ്യത്തെ പോർഷനാണ് അല്ലെങ്കിൽ ആദ്യത്തെ ലെയറാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയാം. ട്രോപ്പോസ്ഫിയർ ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അറ്റ്മോസ്ഫിയറിൻ്റെ ലെയറാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ ട്രോപ്പോസ്ഫിയർ ഈ ലെയറുകളിൽ വെച്ച് ഏറ്റവും ഡെൻസിറ്റി കൂടിയ ലെയർ കൂടിയാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയാം. വാട്ടർ വേപ്പറിൻ്റെ പ്രസൻസ് കാണപ്പെടുന്ന ലെയർ ആയതുകൊണ്ട് തന്നെ വെതർ ഫിനോമിനൻസുകളായ മഴ, മഞ്ഞൊക്കെ നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി രണ്ടാമത്തെ ലെയറാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത് വാട്ടർ വേപ്പർ ആബ്സെൻ്റ് ആയിട്ടുള്ള ഒരു ലെയറാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വെതർ ഫിനോമിനൻസ് ഒന്നുമില്ല. അതുകൊണ്ട് എയർക്രാഫ്റ്റുകൾ, അതായത് നമ്മുടെ എയ്റോപ്ലെയിനുകൾക്ക് പറക്കാൻ വളരെ സുഗമമായ ഒരു ലെയർ കൂടിയാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയാം. മൂന്നാമത്തെ ലെയറാണ് മീസോസ്ഫിയർ എന്ന് പറയുന്നത്. മീസോസ്ഫിയർ എന്ന് പറയുന്നത് ഏറ്റവും തണുപ്പുള്ള ലെയറാണ്. അതുകൂടാതെ മീറ്റീരിയോറുകൾ കാണപ്പെടുന്ന ഒരു ലെയർ കൂടിയാണ് മീസോസ്ഫിയർ. നാലാമത്തെ ലെയർ തെർമോസ്ഫിയർ ആണ്. ഏറ്റവും ചൂടുള്ള ലെയറാണ് തെർമോസ്ഫിയർ എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഗ്യാസുകളെല്ലാം അയോൺസിൻ്റെ രൂപത്തിലാണ് കാണപ്പെടുന്നത്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് റേഡിയോ അതുപോലെ വയർലെസ് കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ഈ ലെയർ നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട്. ഏറ്റവും അവസാനത്തെ ലെയറാണ് എക്സോസ്ഫിയർ എന്ന് പറയുക. ഇത് അറ്റ്മോസ്ഫിയറിൻ്റെ ഏറ്റവും പുറത്ത് കാണപ്പെടുന്ന ലെയറാണ്. നമ്മുടെ സ്പേസുമായിട്ട് കോൺടാക്റ്റിൽ വരുന്ന ലെയർ കൂടിയാണ് എക്സോസ്ഫിയർ. അപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിൻ്റെ പ്രധാനപ്പെട്ട 5 ലെയേഴ്സാണ് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. താങ്ക് യു.